യൂണിറ്റ് 3-ലെ 1-ാമത്തെ ശ്ലോകമാണ്. ധീരാണാം മഹത്വം പ്രതിപാദയത്. ധീരന്മാരുടെ മഹത്വം ആണ് പ്രതിപാദിക്കുന്നത്. അത് നേരെ മലയാളം, സംസ്കൃതം ഒന്ന് വായിച്ചു നോക്കി മലയാളമാക്കിയാൽ മതി. 8-ാം പേജാണ്. നിന്ദന്തു നീതി നിപുണാഹ യദി വാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത്പഥ പ്രവിചലന്തി പദം ന ധീരാഹ. ഇതിൽ പറയാണ് നീതി നിപുണാഹ നിന്ദന്നു. ഞാൻ സംസ്കൃതം തന്നെ വായിക്കാം. നീതി നിപുണന്മാര്, നീതിശാസ്ത്ര വിശാരദന്മാരായിട്ടുള്ള ആൾക്കാർ നിന്ദിച്ചോട്ടെ. യതി വാ സ്തുവന്തു, അവർ സ്തുതിക്കുക, ഇനി സ്തുതിക്കുകയാണെങ്കിൽ സ്തുതിച്ചോട്ടെ. യതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവർ നിന്ദിക്കുക സ്തുതിക്കുക എന്താ വെച്ചാൽ ചെയ്തോട്ടെ. ലക്ഷ്മി യഥേച്ഛം സമാവിശതു, ലക്ഷ്മി ഐശ്വര്യദേവത അവരുടെ ഇഷ്ടം പോലെ വരുവേ പോവേ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതിലും പ്രശ്നമൊന്നുമില്ല. ലക്ഷ്മി യഥേച്ഛം സമാവിശതു ഗച്ഛതു വാ, ലക്ഷ്മിക്ക് തോന്നും പോലെ, ലക്ഷ്മീൻ്റെ ആഗ്രഹം പോലെ വരുവേ പോവേ എന്താ വെച്ചാൽ ചെയ്തോട്ടെ. മരണം അദ്യ ഏവ വാ യുഗാന്തരേ വാ അസ്തു, ഇന്ന് മരണം ഇപ്പൊ വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, അല്ല കുറെ കാലം കഴിഞ്ഞിട്ട് യുഗാന്തരേ വാ അസ്തു, യുഗങ്ങൾക്ക് ശേഷം ആണോ, യുഗങ്ങൾക്ക് ഈ യുഗത്തിന്റെ അവസാനം ആണോ മരണം ഉണ്ടാവുന്നത്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ധീരാഹ, ധീരന്മാരായിട്ടുള്ള ആൾക്കാര്, ന്യായാത് പഥ, ന്യായാത് 2 യാ കാണാം. അപ്പൊ ന്യായം എന്ന് പറഞ്ഞാൽ ന്യായാത് അനഭേദം ന്യായം, ന്യായത്തിൽ നിന്ന് മാറാത്തത് ന്യായം. അപ്പൊ ആ ന്യായമായ മാർഗത്തിൽ നിന്ന് പദം ന വ്യതിചലന്തി, ഒരൊറ്റ അടി പോലും അവര് വ്യതിചലിക്കില്ല, മാറി നടക്കില്ല എന്നർത്ഥം. അപ്പൊ നീതി ശാസ്ത്രവിശാരദന്മാർ നിന്ദിക്കുക സ്തുതിക്കുക എന്താ വെച്ചാൽ ചെയ്തോട്ടെ. ഐശ്വര്യം ഉണ്ടാവുകയെ പോവുകയെ നശിക്കുക എന്താ വെച്ചാൽ ആയിക്കോട്ടെ. ഇന്ന് തന്നെ ചാവുകയെ അല്ലെങ്കിൽ അനവധി കാലം കഴിഞ്ഞിട്ട് ചാവുക എന്തായാലും ഉണ്ടല്ലോ. ഇവര് ന്യായമായിട്ടുള്ള മാർഗത്തിൽ കൂടി, മാർഗത്തിൽ നിന്ന് ഒരടി പോലും, ഒരു കടുകിട പോലും ഇവർ മാറി സഞ്ചരിക്കില്ല. ആര്? ധീരന്മാര് എന്ന് പറയാം. ഓക്കെ, ഈ പേജ് 9-ലുള്ളൊരു ശ്ലോകമാണ്. അത് അതിന് മുമ്പുള്ളവരൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് ധാരണ, പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പദ്യമുണ്ട്. ശ്രോത്രം ശ്രുതേനൈവ എന്ന കുണ്ടലേന ദാനേന പാണിർന്നതു കങ്കണേന വിഭാതി കായ കരുണാപരാണാം പരോപകാരേണ എന്ന ചന്ദനേന. ഇത് ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, ശ്രുതേനൈവ, ശ്രുതം എന്ന് പറഞ്ഞാൽ കേൾവി കൊണ്ട്, അതായത് ഈ വിഭാതി എന്നുള്ളതാണ് അവിടെ ക്രിയ. വിഭാതി എന്ന് വെച്ചാൽ ശോഭിക്കുന്നു എന്നർത്ഥം. ഇതൊക്കെ ശോഭിക്കുന്നത്, മറ്റേ ചെവി ശോഭിക്കുന്നത് ശ്രോത്രം ശ്രുതേന ഏവ, ചെവി ശോഭിക്കുന്നത് കരുണാപരാണാം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കരുണാപരന്മാരുടെ, ദയവുള്ള ആൾക്കാരുടെ ശ്രോത്രേന്ദ്രിയം, അവരുടെ ചെവികള് ശാസ്ത്രശ്രവണേന ഏവ ശോഭത, ശാസ്ത്രങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് അവരുടെ ചെവി ശോഭിക്കുന്നത്. എന്നാൽ കർണാഭരണേന, കർണാഭരണം കൊണ്ടല്ല. അതേപോലെ ഹസ്ത ദാനകർമ്മണാ ശോഭതയെ, കയ്യ് ദാനം ചെയ്യുന്നതുകൊണ്ടാണ് ശോഭിക്കുന്നത്. കങ്കണേന, കങ്കണം എന്ന് വെച്ചാൽ മറ്റേ വള എന്നർത്ഥം. കരഭൂഷണങ്ങൾ, വളകളെ കൊണ്ടല്ല ശോഭിക്കുന്നത്. മറ്റേ തോൾവളല്ല, തോൾവളയ്ക്ക് കേയൂരം എന്നാണ് പറയുക. ഇവിടെ വേറൊരു ശ്ലോകത്തിൽ ഇത് വരുന്നുണ്ട്. ഇവിടെ കങ്കണം എന്നാണ്. കങ്കണം വെച്ചാൽ സാധാരണ വള. കായ പരോപകാരേണ വിഭാതി, ശരീരം പരോപകാരം കൊണ്ടാണ് ശോഭിക്കുന്നത്. ചന്ദനേന, ചന്ദനം കൊണ്ടല്ല ശോഭിക്കുന്നതെന്ന് പറയണം. അപ്പൊ അത് അവർ മഹാത്മാക്കളുടെ കരുണാപരാണാം യഥാർത്ഥം ഭൂഷണം, കരുണ ദയാവായ്പ് ധാരാളം ഉള്ളവരുടെ ആ അലങ്കാരം എന്താണെന്ന് പറയാണ്. കുണ്ടലങ്ങൾ, കാതിൽ സ്വർണ്ണാഭരണം ഒന്നും അണിഞ്ഞുകൊണ്ടല്ല കാത് ശോഭിക്കുന്നത്, മറ്റേ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ്. കൈ ശോഭിക്കുന്നത് വളട്ടതുകൊണ്ടല്ല, ദാനം കൊണ്ടാണ്.
മറ്റേ കരുണാകരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ശരീരം, ഇത് എല്ലാവർക്കും മറ്റേ കരുണാകരന്മാരായുള്ള ആൾക്കാരുടെ ശ്രോത്രം, ശ്രുതനം, ഈ മൂന്ന് സാധനങ്ങളും ചെവിയും കയ്യും ശരീരവും, കായഹാംശ ശരീരമാണ്. അത് അവരുടെ ശരീരം ശോഭിക്കുന്നത് ചന്ദനം കൊണ്ടല്ല, പരോപകാരം കൊണ്ടാണെന്ന് പറയാണ് ആ ഒരു ശ്ലോകത്തിൽ. പിന്നെ 10ാം പേജിലേക്ക് വരുമ്പം സ്വായത്തമേകാന്തഹിതം വിധാത്രാ വിനിർമ്മിതം ചാദനം അജ്ഞതായാ വിശേഷത സർവവിധാം സമാജേ വിഭൂഷണം മൗനം അപണ്ഡിതാനാം എന്ന് പറയാണ്. വിധാത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ, അജ്ഞതായാ സ്വായത്തം ഏകാന്തഹിതം ഛാദനം, അജ്ഞതായ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, സ്വായത്തം എന്ന് പറഞ്ഞാൽ ആത്മന ഏവ അധീനം, തനിക്ക് അധീനമായത്, ഏകാന്തഹിതം അത്യന്തം ഹിതകാരി, ഛാദനം അതായത് സ്വായത്തമായി മറ്റേ വിധാതാവിനാൽ ബ്രഹ്മാവിനാൽ അജ്ഞതയുടെ ഒരു തനിക്ക് അധീനമായിട്ടുള്ളതും ഏറ്റവും ഹിതകാരിയായിട്ടുള്ള ഒരു മറവ് വിനിർമ്മിതം ഛാദനം അജ്ഞതായാ സ്വായത്തം ഏകാന്തഹിതം ഛാദനം വിനിർമ്മിതം, ഈ അറിവില്ലായ്മയ്ക്ക് വിധാത്ര വിനിർമ്മിതം ഛാദനം അജ്ഞതായാ വിശേഷത സർവവിധാം, ഇത് ആ അറിവില്ലായ്മയുടെ ഒരു മറവായും കൊണ്ടാണ് ഈ മൗനം എന്ന് പറഞ്ഞ സാധനത്തിന് മിണ്ടാടക്കുക എന്നുള്ള, മിണ്ടാണ്ട മൗനം ആചരിക്കുക എന്നുള്ളത് അങ്ങനെ അജ്ഞതയുടെ ഒരു മറവായും കൊണ്ടാണ് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുകയാണ്. വിശേഷത സർവവിധാം സമാജേ, വിശേഷിച്ച് എല്ലാം അറിയുന്ന ആൾക്കാരുടെ സമാജ സദസ്സിൽ അപണ്ഡിതാനാം മൗനം വിഭൂഷണം ഭവതി, പണ്ഡിതന്മാരല്ലാത്ത ആൾക്കാർക്ക് മൗനം അവലംബിക്കലാണ് വിഭൂഷണമായിട്ടുള്ളത്, അലങ്കാരമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. സ്വായത്തം ഏകാന്തഹിതം, ഏകാന്തഹിതം എന്ന് പറഞ്ഞാൽ അത്യന്തം ഹിതമായത്, സ്വായത്തം എന്ന് പറഞ്ഞാൽ തനിക്ക് സ്വായത്തമായത്, തനിക്ക് ലഭിച്ചത്, ആത്മനഃ ഏവ അധീനം. അവരോട് അന്വയം കൂടി ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ സാറ് വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും ഒന്ന് അന്വയം വെച്ചുകൊണ്ട് ഇത് കേട്ടാണ്, ഇതിൽ വേറെ വിഷമൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, പിന്നെ 10ാം പേജ് കഴിഞ്ഞു. 11ാം പേജിലേക്ക് വരുമ്പം പറയാണ് യേഷാം ന വിദ്യ ന തപോ, 11ാം പേജിലാണ്. യേഷാം ന വിദ്യ ന തപോ ന ദാനം ജ്ഞാനം ന ശീലം ന ഗുണോ ന ധർമ്മ, ഈ 7 സാധനങ്ങൾ ആർക്കൊക്കെയാണോ ഇല്ലാത്തത്, യേഷാം ന വിദ്യ, വിദ്യ ഇല്ലാത്തതും, ന തപ, തപസ്സില്ലാത്തതും, ന ദാനം, ന ജ്ഞാനം, ശീലം, നല്ല സ്വഭാവ ഗുണങ്ങൾ, ഒരു ഗുണങ്ങളൊന്നും തന്നെ നല്ല ഒരു ഗുണമില്ലാത്ത, ന ധർമ്മ, ധർമ്മവും, ഇങ്ങനെ ഈ 7 സാധനങ്ങൾ 1 2 3 4 എന്ന് പറഞ്ഞ 7 സാധനങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലാത്ത ആളുകൾ മർത്യലോകേ ഭൂയി ഭാരബോധാ, അവർ മനുഷ്യലോകത്ത് വെറും ഭാരമായിട്ട് തന്നെയാണ്. അവർ മനുഷ്യരൂപേണ മൃഗാഹ ചരന്തി, അവർ ആ മനുഷ്യരൂപമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അവരൊക്കെ ചലിക്കുന്ന മൃഗങ്ങളാണ്. മർത്യലോകെ ഭൂയി ഭാരഭൂതാഹ മൃഗാഹ സന്തഹ മനുഷ്യരൂപേണ ചരന്തി, മനുഷ്യന്മാരുടെ ലോകത്തിൽ അവർ ഭാരം ഉള്ള മൃഗങ്ങൾ തന്നെയാണ്. എന്നിട്ട് മനുഷ്യരൂപേണ ചരന്തി, മനുഷ്യരൂപത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു ഗുണമില്ല എന്ന് പറയാം. അവിടെ തന്നെ വേറൊരു ശ്ലോകം കൂടെ പറഞ്ഞത് ലേശം വലിയൊരു ശ്ലോകമാണ്, 4 വരി. കേയൂരാണിന്ന ഭൂഷയന്തി പുരുഷം, അതിങ്ങനെ കേയൂരാന്ന വിഭൂഷയന്തി പുരുഷം, ഇതൊക്കെ ഉണ്ട്. ഈ സംസ്കൃത സാഹിത്യത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർത്തിക്കാളും. അതാണ് കേയൂരാണിന്ന ഭൂഷയന്തി എന്നുള്ളത്. വേറൊരു പ്രയോഗം ഞാൻ കേട്ടത് കേയൂരാന്ന വിഭൂഷയന്തി എന്നാണ് ആ ഒരു ശ്ലോകം. ഏകദേശം ഒരേ അർത്ഥം തന്നെ. കേയൂരാണിന്ന ഭൂഷയന്തി പുരുഷം ഹാരാവചന്ദ്രോജ്വല, നേരത്തെ പറഞ്ഞമാരുള്ള സാധനം തന്നെ. ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാമൂർധജാഹ, കേയൂരാണി ന ഭൂഷയന്തി പുരുഷം. അന്വയം അവർ നോക്കിക്കോട്ടെ, ഞാൻ ആ മറ്റേ ശ്ലോകത്തിലേക്ക് കയറിയിട്ട് പറയാം. കേയൂരങ്ങൾ എന്ന് പറഞ്ഞാൽ തോൾവളകൾ, ഈ തോളിന്റെ മുകളിൽ ഓരോ വളയൊക്കെ ഉണ്ടാവും രാജാക്കന്മാർക്ക്. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം, കേയൂരങ്ങൾ, ഈ തോൾവളകള് മനുഷ്യന്മാരെ അലങ്കരിക്കുന്നില്ല. ഹാര ന ചന്ദ്രോജ്വല, ചന്ദ്രനെ പോലെ ഉജ്ജ്വലിക്കുന്നതായ മാലകളും ആരെയും അലങ്കരിക്കുന്നില്ല. ന സ്നാനം,
കുളി മനുഷ്യനെ അലങ്കരിക്കുന്നില്ല, എന്നാ വിലേപനം കുറി തൊട്ടാൽ അതൊന്നും മനുഷ്യനെ അലങ്കരിക്കുന്നില്ല, എന്നാ കുസുമം കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് തലയിൽ ചൂടിയാൽ അത് അലങ്കരിക്കുന്നില്ല, എന്നാ അലങ്കൃത മൂർധജ തലമുടി ഇങ്ങനെ നന്നായിട്ട് നേരെ പകുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീകി വെച്ച് കണ്ണാടിയിൽ ഒരു 250 പ്രാവശ്യം നോക്കി മുടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് അതൊന്നും മനുഷ്യനെ അലങ്കരിക്കുന്നില്ല. അലങ്കരിക്കുന്ന ഒരു സാധനം ഇതാണ്. വാന്യേകാസമലങ്കരോതി പുരുഷം യാ സംസ്കൃതധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. വാന്യേകാസമലങ്കരോതി പുരുഷം, വെറും വാക്ക് ഒന്ന് മാത്രമാണ് മനുഷ്യനെ അലങ്കരിക്കുന്നത്. യാ സംസ്കൃതാധാര്യത, യാതൊരു വാക്കാണോ സംസ്കൃതത്തിന് ധരിക്കുന്നത്, അതായത് സംസ്കാരസമ്പന്നമായ വാക്കിനെ ധരിക്കുന്ന യാ സംസ്കൃതാധാര്യത യാ വാണി കേയുരാണിന്ന് എന്ത് ക്ഷീന്ത വാഗ്ഭൂഷണം സംസ്കൃത ഏകാവാണി ധാര്യത. സംസ്കരിച്ചതായ കാച്ചി കുറുക്കിയതായ ഒരു വാക്ക് ആരാണോ ധരിക്കുന്നത്, യാ സംസ്കൃത ഏകാവാണി ധാര്യത, സംസ്കൃതപരമായിട്ടുള്ള വാക്ക് ആരാണോ ധരിക്കുന്നത് ആ വാക്കാണ് അദ്ദേഹത്തെ അലങ്കരിക്കുന്നത്. ക്ഷീയന്തേ ഖലു ഭൂഷണാനി, മറ്റു സകല ഭൂഷണങ്ങളും നശിക്കുന്നവയാണ്. വാഗ്ഭൂഷണം സതതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും വാഗ്ഭൂഷണം ഭൂഷണം. വാഗ്ഭൂഷണമാണ് ഒരു ഭൂഷണമായിട്ട്, വാക്കാകുന്ന അലങ്കാരമാണ് ഒരു ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം. അപ്പൊ രണ്ടാമത് പറയണ്ടല്ലോ, ഇതൊക്കെ നീതിശതകത്തിൽ നിന്ന് വരുന്ന ശ്ലോകം തോന്നുന്നുണ്ട്. അങ്ങനെ നേരിട്ട് പിന്നെ 12-ാം പേജിലേക്ക് വരുമ്പം യൂണിറ്റ് 4 സ്ത്രീകളെ ആദരിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അത് മനുസ്മൃതിയിൽ പറയുന്നതാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്ര ഏതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്ര ആഫലാ ക്രിയാ. എത്ര നാര്യ തു എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്നുള്ള അർത്ഥമാണ്. എവിടെയൊക്കെയാണ് സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, രമന്തേ തത്ര ദേവതാഹ, അവിടെ സകല ദേവതമാരും രമിക്കുന്നു. എത്ര ഏതാഹ തു ന പൂജ്യന്തേ, എവിടെയൊക്കെയാണ് ഈ സ്ത്രീകൾ പൂജിക്കപ്പെടാത്തത്, സർവാഹ തത്ര അഫലാഹ ക്രിയ, അവിടെ ചെയ്യുന്ന സകല ക്രിയകളും വ്യർത്ഥമാണ്, ഫലം ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. ഇനി അതല്ലേ പറയണ്ടു. പിന്നെ 13-ാം പേജിലേക്ക് വരുമ്പം കുലസ്ത്രീണാം ദുഃഖേ കുലനാശഃ സംഭവേത്, കുലസ്ത്രീകളുടെ ദുഃഖത്തിൽ അവർക്ക് വിഷമുണ്ടാകുമ്പം കുലനാശം ഉണ്ടാവുമെന്ന് പറയാണ്. ശോചന്തി ജാമയോ എത്ര, ജാമയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നുള്ള അർത്ഥമാണ്. യസ്മിൻ കുലേ സ്ത്രീയ ദുഃഖമനുഭവന്തി ശോചന്തി ജാമയ എത്ര, എവിടെയൊക്കെയാണ് സ്ത്രീകൾ, ജാമയ സ്ത്രീകളാണ്, അവർക്ക് ദുഃഖം ഉണ്ടാവുന്നത് എവിടെയാണ്. വിനശ്യത്യാശു തൽക്കുലം, ആശു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, വിനശ്യതി വിശേഷേണ നശ്യതി, പൂർണ്ണമായിട്ട് നശിക്കും, ആ കുടുംബം ഒന്നായിട്ട് നശിക്കും എന്നർത്ഥം. തത്കുലം ന ശോചന്തിതു എത്ര ഏതാഹ ഇവർ ഈ സ്ത്രീകൾ എവിടെയാണ് അവർക്ക് ദുഃഖം ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുക. വർദ്ധതേ തദ്ധി സർവദാ, ആ കുലത്തിന് എല്ലാ പ്രകാരത്തിലും അതിങ്ങനെ വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ധാരാളം കുട്ടികളും സന്താനങ്ങളും അഭിവൃദ്ധിയും പണം ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. ഇതേ ശ്ലോകം തന്നെയാണ് അതിൻ്റെ അടിയിലും വന്നിട്ടുള്ളത്. രണ്ട് ആവർത്തനം വന്നു, അത് ഒഴിവാക്കാം. പിന്നെയും പറയാണ് 14-ാമത്തെ പേജിൽ പറയാണ്, സന്തുഷ്ടോ ഭാര്യയാ ഭർത്ര, ഭാര്യയാൽ സന്തുഷ്ടനായിട്ടുള്ള ഭർത്താവും. പിന്നെ ഭാര്യ ഭർത്താദൈവച, അതവിടെ പ്രിന്റിങ്ങിൽ ഭാര്യ എന്ന് മാത്രമേ ഉള്ളൂ, ഭർത്ര എന്നുകൂടി ആയിക്കഴിഞ്ഞാൽ ആ ശ്ലോകം മുഴുവനാവുള്ളൂ. അപ്പൊ ശ്ലോകം വരുന്നത് ഭാര്യ ഭർത്താദൈവച, അത് നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനാലും അപ്രകാരം തന്നെ. യസ്മിന്നേവ കുലേ നിത്യം, ഇങ്ങനെ ഭാര്യ യസ്മിന്നേവ കുലേ നിത്യം, യാതൊരു കുടുംബത്തിലാണോ ഇത് എന്നും ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ കൊണ്ടും ഭർത്താവ് ഭാര്യനെ കൊണ്ടും വളരെയധികം സന്തോഷിച്ചിരിക്കുന്നത്, കല്യാണം തത്ര വൈ ധ്രുവം, അവിടെ
ഒരു സംശയമുണ്ട്. ധ്രുവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടാണ്. തത്ര വൈ, അവിടെ തന്നെയാണ് കല്യാണം, മംഗളമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അവിടെ അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയാം. പിന്നെ പറയാണ് ബലാത് ബാലാൻ സ്വവാസിനി വൃദ്ധാൻ ഗർഭിണി ആതുര കന്യകാ സംഭോജ്യ ആതിഥി ഭൃത്യാംശ ഗൃഹസ്ഥ ശിഷ്ടഭുക് ഭവേത്. ഗൃഹസ്ഥൻ മറ്റുള്ള ആൾക്കാർക്കൊക്കെ അന്യാൻ സർവാൻ ഭോജയത്വേവ ഗൃഹസ്ഥേന ഭോക്തവ്യം. ഗൃഹസ്ഥനായിട്ടുള്ള ഒരാള്, ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥിൽ ജീവിക്കുന്ന ഒരാള് ബാലന്മാരെയും, സ്വവാസിനി എന്ന് പറഞ്ഞാൽ പിതൃഗൃഹമാകതാം ഭർത്തൃമതി എന്നാണ് അർത്ഥം. സ്വന്തം കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ള മകള് ഭർത്താവിനോട് കൂടിയുള്ള അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷമേ, ബാലന്മാരെ ചെറിയ കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നുള്ള മകളുണ്ടെങ്കിൽ അവർ അവർക്കൊക്കെ ഊണ് കൊടുത്തിട്ടേ വൃദ്ധാൻ പ്രായമുള്ള ആൾക്കാരെയും ഗർഭിണികളെ, ആതുരന്മാർ രോഗികൾക്ക്, കന്യകകളായിട്ടുള്ള കുട്ടികൾക്ക്, സംഭോജ്യ അവരെയൊക്കെ നല്ലവണ്ണം ഭക്ഷണം കഴിപ്പിച്ചു. ഭോജനം ഭക്ഷണം തന്നെ. അത് മാത്രമല്ല, അവർ മാത്രം പോരാ, അതിഥി ഭൃത്യാംശ അതിഥികളായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ വേണ്ട പോലെ ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷം ഭൃത്യാംശ ഭൃത്യന്മാരെയും തൻ്റെ പണിക്കാർക്കും ഒക്കെ ചോറ് കൊടുത്തിട്ട് ഗൃഹസ്ഥ ശിഷ്ട ഭവേത്. ആ ബാക്കി വരുന്ന ഗുണം എല്ലാവർക്കും കൊടുത്ത് വയറ് നിറച്ചതിന് ശേഷം മാത്രമേ ഗൃഹസ്ഥനായിട്ടുള്ള ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. തൻ്റെ ഭാര്യയ്ക്കൊക്കെ വിളമ്പിക്കൊള്ളു. അവരൊക്കെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തൃപ്തിയായിട്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ ഈ ഗൃഹനാഥൻ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാണ്. ഇത് ഇനി പറയാണ് ധർമ്മസമ്പാദനോപായ ക ഇതി വിശദയതി 15. അഹിംസ, സത്യം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ദാനം, ദയാ, ദമ, ക്ഷാന്തി സർവേഷാം ധർമ്മസാധനം. അഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസ തന്നെ. സത്യം എന്ന് പറഞ്ഞാൽ സത്യം പറയില്ല. അസ്തേയം കളവൊന്നും നടത്താണ്ടിരിക്കൽ. ശൗചം എന്ന് പറഞ്ഞാൽ ശുചിയായിട്ടിരിക്കുക, തേക്കുക, കുളിക്കുക, വൃത്തിയായിട്ടിരിക്കുക. ഇന്ദ്രിയ നിഗ്രഹ, ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ അടക്കി വെക്കുക, വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇറങ്ങി പുറപ്പെടാണ്ടിരിക്കുക. പിന്നെ ദാനം വേണം, ദയ വേണം. ദമഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ എന്താണ് ദമ ഇന്ദ്രിയാണ്. ബാഹ്യവൃത്തി നിരോധ, ഇന്ദ്രിയങ്ങൾ ആവശ്യമില്ലാണ് ഇങ്ങനെ പുറത്തേക്ക് ചാടിപ്പോകുന്നത് പിടിച്ച് അകത്തേക്ക് തന്നെ വയ്ക്കുക. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമ വേണം. സർവേഷാം ധർമ്മസാധനം, ഇതൊക്കെ സർവ്വ ആൾക്കാർക്കും അവരുടെ ധർമ്മങ്ങൾ സാധിക്കാനുള്ള ഉപായങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.